എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മഹാബന്ധം എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മഹാബന്ധം എന്നത് ജാലന്ധര ബന്ധം, മൂലബന്ധം, ഉഡ്ഡിയാന ബന്ധം എന്നിവ ഒരുമിച്ച് ചെയ്യുന്നതാണ്. സിദ്ധാസനത്തിലിരിക്കണം. ശ്വാസം സാവധാനം വലിച്ച് പൂർണ്ണമായും ഉച്ഛ്വസിക്കണം. ശ്വാസം ഉള്ളിലേക്ക് കടക്കാതെ ജാലന്ധര ബന്ധം, മൂലബന്ധം, ഉഡ്ഡിയാന ബന്ധം എന്നിവ ക്രമത്തിൽ ചെയ്യണം. ബന്ധങ്ങൾ ചെയ്തുകൊണ്ട് ശ്വാസം പിടിച്ചിരിക്കണം. അധികം ശ്വാസം മുട്ടുന്നതിന് മുമ്പായി ആദ്യം മൂലബന്ധവും പിന്നെ ഉഡ്ഡിയാന ബന്ധവും അതിനുശേഷം ജാലന്ധര ബന്ധവും കഴിക്കണം. തല നേരെയാക്കി സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്ത് ശ്വാസം ക്രമമാക്കും. വീണ്ടും മഹാബന്ധം ചെയ്യും. ഇങ്ങനെ 4 മുതൽ 10 തവണ വരെ ചെയ്യും. വലത് പാദം ശിവിനി യോനിയിൽ ചേർത്ത് വെക്കുക. ഇടത് പാദം തുടമേൽ കയറ്റി വെക്കുക. എന്നിട്ട് യോനി സ്ഥാനം സങ്കോചിപ്പിച്ച് അപാനനെ മൂർധാവിലേക്ക് കൊണ്ടുവന്ന് സമാനനുമായി യോജിപ്പിച്ച് പ്രാണനെ കീഴ്പോട്ട് കൊണ്ടുപോകും. ബുദ്ധിമാനായ യോഗി പ്രാണാപാനം കൊണ്ട് വായുവിന്റെ ഊർധഗതിക്ക് വേണ്ടി പ്രാണനെ ബന്ധിക്കുക. ഈ നിലയെയാണ് മഹാബന്ധം എന്ന് പറയുന്നത്. ഇത് സിദ്ധിമാർഗപ്രദായകമാണ്. യോഗിയുടെ നാഡീ സമൂഹത്തിൽ രസങ്ങളുടെ കൂട്ടം, രസവ്യൂഹം മൂർധാവിലേക്ക് വരുന്നു. ഈ അഭ്യാസം 2 പാദം കൊണ്ട് വേറെ ശ്രദ്ധാപൂർവം ചെയ്യുക. അങ്ങനെയാണ് ശിവസംഹിത പറയുന്നത്. ഈ യോഗം മൂലം കീഴുദരത്തിലെ അപാനവായു മുകളിലേക്കും മുകളിലെ പ്രാണവായു താഴോട്ടും ചെന്ന് സമാന വായുവുമായി പൊക്കിൾ പ്രദേശത്ത് ചേരുന്നു. ഇതാണ് മഹാബന്ധം. ഇതുമൂലം അവിടെയുള്ള സരസ്വതി നാഡി ഉദ്ദീപിക്കപ്പെട്ടു. അത് മോക്ഷപ്രദമായതാണ്. എല്ലാ ഗ്രന്ഥികളും ഊർജ്ജസ്വലമായി തീരും. നാഡീവ്യൂഹവും പ്രവർത്തനയോഗമായി തീരും. ഇതുമൂലം സ്രാവങ്ങളെല്ലാം പമ്പ് ചെയ്യപ്പെടും. ഈ മഹാബന്ധം വളരെ ശ്രദ്ധയോടെ അഭ്യസിക്കേണ്ടതാണ്. ഈ അഭ്യാസം കൊണ്ട് വായു സുഷുമ്നയുടെ മധ്യഭാഗവുമായി ചേർന്ന് ശരീരം പുഷ്ടിപ്പെടുകയും അസ്ഥിപഞ്ചരം ദൃഢബന്ധമായി തീരുകയും ചെയ്യും. ഈ ബന്ധം കൊണ്ട് യോഗി സമ്പൂർണ്ണ ഹൃദയനാകുന്നു. യോഗി ശ്രേഷ്ഠനായിത്തീരുന്നു. സാധകൻ ആശ്ചര്യം നേടുന്നു. വലതുകാൽ മടക്കി ഉപ്പൂറ്റി കൊണ്ട് ബുധം മടക്കുക. ഇടതുകാൽ മടക്കി തുടയിൽ കയറ്റി മൂലബന്ധം ചെയ്ത് അപാന വായുവിനെ മുകളിലേക്ക് വലിക്കുക. ശ്വാസം വലിച്ച് ജാലന്ധര ബന്ധം ചെയ്യുക. ആവുന്നത്ര നേരം പിടിച്ചു വയ്ക്കും. പിന്നീട് സാവധാനം വിടുക. പിന്നീട് ഇടതുകാൽ കൊണ്ടും ഇതേ ക്രിയ ചെയ്യണം. ഇത് മഹാബന്ധമാണ്. ഇതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് മൂലബന്ധം ചെയ്യുക. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അശ്വിനി മുദ്ര, വജ്രോളി മുദ്ര ചേർത്ത് 2ഉം കൂടി മൂലബന്ധം. ഇവിടെ ജാലന്ധര ബന്ധം എന്നുള്ള സംഭവം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് വയറിനെ ബന്ധിക്കുന്ന ഒരു വിദ്യയാണ് ജാലന്ധര ബന്ധം. അത് ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കേണ്ടതല്ല. നേരിട്ട് പഠിക്കാതെ അത് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതോടുകൂടി തന്നെ അപാനൻ മുകളിലേക്ക് കയറും. അത് കഴിഞ്ഞിട്ട് ശ്വാസം വലിച്ചിട്ട് ജാലന്ധര ബന്ധം നാവുള്ളിലേക്ക് പിടിച്ചും കണ്ണ് മുകളിലേക്ക് പിടിച്ചിട്ടും താടി താഴ്ത്തി ബന്ധിക്കുന്നതിനാണ് പിന്നെ ജാലന്ധര ബന്ധം. അപ്പൊ ഈ വിധത്തില് ജാലന്ധര ബന്ധം ചെയ്ത് ഇരിക്കുക. കുറെ സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ പറ്റാത്ത ഒരു സമയം സാവധാനം മൂലബന്ധം വിടുക. പിന്നെ ജാലന്ധര ബന്ധം വിടുക. പിന്നെ കഴുത്തിന് സ്ഥാപിച്ച്
ജാലന്ധരബന്ധവും അതുപോലെ തന്നെ ഉദരത്തിൽ ചെയ്ത ആ ബന്ധം രണ്ടും കൂടെ ഉണ്ട്. മൂന്നും കൂടി ചെയ്യുന്നതാണ് ജാലന്ധരം. പിന്നെ ഉഡ്ഡിയാനബന്ധം, ജാലന്ധരം. മൂലബന്ധം ഉഡ്ഡിയാനം എന്ന് വെച്ചാൽ വയറുണ്ട്, അത് പിടിക്കുക. ജാലന്ധരബന്ധം കഴുത്തുകൊണ്ടുള്ളത്. അപ്പൊ ഇത് മൂന്നും കൂടി പിടിച്ചു കഴിഞ്ഞാൽ പ്രാണനും അപാനനുമായി ഉദരഭാഗത്ത് ചേരും. ഉദരഭാഗത്ത് ചേരുന്നതുകൊണ്ട് ശരീരത്തിൽ നിന്ന് വരുന്ന രസങ്ങളെല്ലാം കൂടുതൽ ചെയ്യുകയും ആരോഗ്യം പുഷ്ടിപ്പെടുകയും ചെയ്യും. അതാണ് അവിടെ ജാലന്ധരബന്ധം, മൂലബന്ധം, ഉഡ്ഡിയാനബന്ധം. ഉഡ്ഡിയാനബന്ധം വെച്ചാൽ വയറുകൊണ്ടാണ്. മൂലബന്ധം എന്നുള്ളത് ഉദം, ലിംഗം എന്നിവ. ജാലന്ധരബന്ധങ്ങൾ പിന്നെ കഴുത്ത് കൊണ്ടുള്ളത്. കഴുത്ത്, നാവ്, കണ്ണൊക്കെ ചേർന്നിട്ടുള്ള ഒരു ബന്ധനാണ് ജാലന്ധരബന്ധം. വയറുകൊണ്ടുള്ളത് ഉഡ്ഡിയാനബന്ധം ആണ്. കഴുത്ത് സങ്കോചിച്ച് ദൃഢമായി നെഞ്ചിൽ സ്ഥാപിച്ചാൽ ജാലന്ധരമുദ്രയിൽ. ഇതിന് മൃത്യു മാതംഗ കേസരി എന്നും പറയും. ഇതിനാൽ ബന്ധമായ പ്രാണൻ സുഷുമ്നയിൽ പ്രവേശിക്കുന്നു. യോഗികൾ ഉദരത്തെ വലിച്ച് നട്ടെല്ലിനോട് ചേർക്കുന്നു. ഇതിനെ ഉഡ്ഡിയാന ബന്ധം എന്ന് പറയുന്നു. ഉപ്പൂറ്റുകൊണ്ട് യോനി സ്ഥാനത്തെ നല്ലതുപോലെ അമർത്തി അപാനനെ മുകളിലേക്ക് വലിക്കുന്നു. ഇതിനെ യോനി ബന്ധം എന്ന് പറയും. ഈ യോഗങ്ങളെല്ലാം വിധിപ്രകാരം പ്രാണൻ, അപാനൻ, നാദം, ബിന്ദു എന്നിവയിൽ മൂലബന്ധം മുഖേന ഏകീഭാവം കൈവരും. ഇത് യോഗസിദ്ധികരമാണ്. ഇത് മഹാബന്ധമാകും. ഈ അഭ്യാസം കൊണ്ട് വായു സുഷുമ്ന നാഡിയുടെ ഉള്ളിൽ കൂടി പോകുന്നതിനാൽ ശരീരം പുഷ്ടിപ്രദമാവുകയും അസ്ഥികളെല്ലാം നല്ല ദൃഢമായി ബന്ധിക്കപ്പെടുകയും ചെയ്യും. യോനിയുടെ ഹൃദയം ആരോഗ്യപ്രദമാകും. യോഗീന്ദ്രനായി തരും. ആഗ്രഹിച്ചെന്തും നടക്കും. അങ്ങനെയാണ് മഹാബന്ധം. കഴിഞ്ഞതാണ് മഹാമുദ്രയെ പറ്റി പറഞ്ഞു. ഇത് മഹാബന്ധം. മഹാബന്ധത്തിൽ പ്രാണൻ, അപാനൻ എന്നീ പ്രാണങ്ങളെ ബന്ധിക്കുകയാണ് ചെയ്യണം. അത് മൂലബന്ധം, ജാലന്ധരബന്ധം, ഉഡ്ഡിയാനബന്ധം, ഇങ്ങനെ 3 സംഭവങ്ങളെ കൊണ്ടാണ് അത് ചെയ്തത്. അത് നേരിട്ട് ഗുരുവിൽ നിന്ന് തന്നെ കേട്ട് പരിശ്രമിച്ച് പഠിച്ച് അത് ചെയ്ത് കണ്ടുപഠിച്ച് അതുപോലെ ചെയ്യാം. ഒരു ദിവസം 4 മുതൽ 10 തവണ വരെ ചെയ്യും. തുടക്കത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പക്ഷെ പിന്നീട് എല്ലാം കൈവശമായിട്ട്. മഹാബന്ധം എന്നത് ജാലന്ധരബന്ധം, മൂലബന്ധം, ഉഡ്ഡിയാനബന്ധം എന്നിവ ഒരുമിച്ച് ചെയ്യുന്നതാണ്. സിദ്ധാസനത്തിലിരിക്കും. ശ്വാസം സാവധാനം വലിച്ച് പൂർണ്ണമായും ഉച്ഛ്വസിക്കണം. ശ്വാസം ഉള്ളിലേക്ക് കടക്കാതെ ജാലന്ധരബന്ധം, മൂലബന്ധം, ഉഡ്ഡിയാനബന്ധം എന്നിവ ക്രമത്തിൽ ചെയ്യണം. ബന്ധങ്ങൾ ചെയ്തുകൊണ്ട് ശ്വാസം പിടിച്ചിരിക്കണം. അധികം ശ്വാസം മുട്ടുന്നതിന് മുമ്പായി ആദ്യം മൂലബന്ധവും പിന്നീട് ഉഡ്ഡിയാനബന്ധവും അതിനുശേഷം ജാലന്ധരബന്ധവും അഴിക്കണം. തല നിരയാക്കി സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്ത് ശ്വാസം ക്രമമാക്കും. വീണ്ടും മഹാബന്ധം ചെയ്യും. അങ്ങനെ 4 മുതൽ 10 തവണ വരെ ചെയ്യും. ഇതാണ് മഹാബന്ധം. മഹാമുദ്ര നന്നായി പഠിച്ചതിന് ശേഷം മഹാബന്ധത്തിലേക്ക് പോകും. മഹാബന്ധം ആദ്യം 4 തവണ ചെയ്യും. പിന്നെ ക്രമത്തിൽ കൂട്ടി 10 തവണ ചെയ്യാം. അതുപോലെ തന്നെ കുംഭകത്തിന്റെ സമയം കൂട്ടി ഉപയോഗിക്കും. ആദ്യം കുംഭകം ഒരു 12 സെക്കൻഡ്, പിന്നെ 20 സെക്കൻഡ്, 32 സെക്കൻഡ്, 64 സെക്കൻഡ്, അതിനേക്കാളും കൂട്ടി പിടിച്ചു. അത് വളരെ ശക്തിപൂർവമായിട്ടുള്ള പ്രാണാപാനങ്ങളെ ചലിപ്പിക്കാൻ യുക്തമായിട്ടുള്ള വിധത്തിൽ ആണ് ഈ ബന്ധം ചെയ്തത്. മഹാബന്ധം. നമസ്തേ. വളരെ വിശേഷപ്പെട്ട കാര്യമാണ്. നേരിട്ട് ഗുരുവിൽ നിന്ന് തന്നെ വാങ്ങും.